അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് ഈ കേക്ക് ചെയ്തിട്ടുണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ സത്യം പറയാം, ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പഠിച്ചതും കൊറോണ പീരീഡിലാണ്. ആദ്യം ഞാൻ ഉണ്ടാക്കിയ കേക്കിന് ബാക്കിയുള്ള സോഫ്റ്റ്നെസ്സും എല്ലാം ക്ലിയർ ആയിരുന്നു. പക്ഷേ ശകലം ബേക്കിംഗ് സോഡ ഒന്ന് കൂടിപ്പോയി, അതിൻ്റെ ഒരു ചെറിയൊരു ചുവയുണ്ടായിരുന്നു. ബാക്കി എല്ലാം കറക്റ്റായിരുന്നു. അന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പഠിച്ച് ഓരോ ദിവസം ഉണ്ടാക്കും. പക്ഷേ വിപ്പിംഗ് ക്രീം അല്ല ഞാൻ വാങ്ങിച്ചന്ന്, ബീറ്ററും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ലായിരുന്നു. വിപ്പിംഗ് ക്രീമിൻ്റെ പൊടി വാങ്ങിച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്താണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി, അവളും ഈ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ വിപ്പിംഗ് ക്രീം ചെയ്ത് തരുമെന്നൊക്കെ ഞാൻ ചോദിച്ച് സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റേതായി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഇതൊരു ബിസിനസ്സാക്കി എടുക്കാൻ പറ്റുമോ, ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എസ് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് ഞാൻ 2 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കേക്കിൽ ഐസിങ് ചെയ്യാനൊന്നും അത്ര വശമില്ലായിരുന്നു. പിന്നെ ഓരോ കേക്ക് ചെയ്യുമ്പോൾ ഓരോ പഠനങ്ങൾ ഞാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. കൂടുതലും ഞാൻ ഫോണിൽ നോക്കിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഓരോ ഓർഡറുകൾ വരുന്നുണ്ട്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് കേക്ക് ഞാൻ എൻ്റെ കുഞ്ഞമ്മയ്ക്കാണ് കൊണ്ട് കൊടുത്തത്. അതിൻ്റേതായ അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ കേക്ക് കൊടുത്ത് അവർ കട്ട് ചെയ്ത് ഇഷ്ടമായി, സൂപ്പറായിരുന്നു കേക്കെന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേൾ. കേക്കൊക്കെ മുറിച്ച് എല്ലാവരും സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞ് എനിക്കത് ഒരുപാട്, ഞാൻ സത്യം പറഞ്ഞാൽ അതെനിക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. എന്താ അടിപൊളി കേക്ക്.